വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സയൻസ് കിട്ടിയിട്ട് ഒരു വെറൈറ്റി എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് വന്നത്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് റെയിൻബോ ബ്ലാസ്റ്റ്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഗ്ലാസ് പോലത്തതിൽ ബേക്കിംഗ് സോഡ ഇടാം. ഓരോന്നിലും ഓരോ സ്കൂപ്പാണ് ഇടാൻ പറഞ്ഞാൽ നമുക്ക് ഓരോ സ്കൂപ്പും ഇടാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ എല്ലാ പാത്രത്തിലും ഹാഫ് സ്പൂൺ ഇടാണ്. നമ്മൾ എല്ലാത്തിലും ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ പറയുന്നത് എല്ലാത്തിലും നമ്മൾ റെയിൻബോ കളേഴ്സ് ഉണ്ടാക്കാനാണ്. ഫസ്റ്റ് പേപ്പറിന് റെഡും വേണം. അപ്പൊ ഇതിൽ എക്സ്പെരിമെന്റ് 2 പറഞ്ഞ പോലെയാണ് നമ്മൾ റെയിൻബോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മള് 3rd പാത്രത്തില് 1 2 3 അതില് 4 ഡ്രോപ്പ് ഓഫ് ബ്ലൂ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 4 ഡ്രോപ്പ് ഓഫ് ബ്ലൂ. ഞാൻ ഇത് കുറച്ച് ടൈറ്റ് ആണ്. അപ്പൊ ഞാൻ എല്ലാം തുറന്നു. ഞാൻ എത്തിച്ചേരാം. മൂന്നാമത്തെ ഇതിൽ നമ്മൾ 4 ഡ്രോപ്പ് ഓഫ് ബ്ലൂ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ആദ്യത്തെ ഇതില് 4 ഡ്രോപ്പ് റെഡ് ഒഴിക്കാണ്. വരുന്നില്ല ഗൈസ്, സോറി ഗൈസ്. 4 5 ഓക്കെ, 4 ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 5ാമത്തെ പോഡിൽ യെല്ലോ 4 ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ 7ാമത്തെ ഇതിൽ നമ്മൾ 4 ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒറ്റിച്ചിട്ടുണ്ട്. ഇനി ഇതില് പറയുന്നത് നമ്മളിതിലേക്ക് സോപ്പിന്റെ അല്ല സോപ്പ് മാറി പോയതാണ്. ഇനി നമ്മളിത് മിക്സ് ആക്കണം ഓരോ കളറ്. ഇപ്പൊ നമ്മള് വയലറ്റ് റെയിൻബോത്തെ വയലറ്റ് ഉണ്ടാക്കാൻ നമ്മള് കുറച്ച് ബ്ലൂവും കുറച്ച് റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പർപ്പിൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിറിംഗ് സ്റ്റിക്ക് കൊണ്ട് നല്ലോണം മിക്സ് ആക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി പർപ്പിൾ പോലെ ആവാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി റെഡും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒരു ബ്ലൂ പോലെയുള്ളത്. സോറി ഗൈസ്. നമ്മൾ കുറേ മിക്സ് ചെയ്തുകൊണ്ട് സെറ്റാക്കാം. അപ്പോൾ ഗ്രീനിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്ലൂ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കൈ മാറ്റാം. കുറച്ച് യെല്ലോ ബേക്കിംഗ് സോഡ ഉണ്ടാണ് ഇതില്. കുറച്ച് യെല്ലോയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മിക്സ് ചെയ്യാം. ഇനി അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് പർപ്പിൾ പോലെ ആയി ഉണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി റെഡ് ആഡ് ചെയ്തെടുക്കാം. ഫുഡ് കളർ ആയിക്കൊണ്ട് കുഴപ്പമില്ല, വേഗം പോകും. ഒരു ലൈറ്റ് പർപ്പിൾ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ ഈ സ്റ്റിറിംഗ് സ്റ്റിക്ക് മുക്കാം. കാരണം നമുക്ക് അടുത്ത കളർ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ അതിലേക്ക് ഇത് നമ്മൾ ഗ്രീൻ മിക്സ് ചെയ്യുമ്പോൾ ഗ്രീൻ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ നല്ലോണം മിക്സ് ആയിട്ട് ഗ്രീൻ നല്ലപോലെ മാങ്ങേൻ്റെ കളറായിട്ടുണ്ട്. നല്ല പച്ച മാങ്ങേൻ്റെ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ ഓറഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് യെല്ലോ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് റെഡും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓറഞ്ച് ഉണ്ടാക്കാം. ഇനി ഗൈസ് നമ്മൾ
വെള്ളത്തിലോട്ട് മുക്കണം ഗൈസ്. നല്ലോണം ഇത് ഇതാക്കിയില്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് ഉണ്ടാക്കുമ്പോൾ ഓറഞ്ചിലേക്ക് ഗ്രീൻ മിക്സ് ആവുക. അതുകൊണ്ട് നമ്മൾ ഓറഞ്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻഡിഗോ ആണ് ഉണ്ടാക്കാനുള്ളത്. ഇൻഡിഗോക്ക് നമ്മൾ ബ്ലൂവിൽ ഒരു തുള്ളി റെഡ് ഒക്കെ ഒറ്റിച്ചിട്ടാണ് നമ്മൾ ഇൻഡിഗോ ഉണ്ടാക്കുന്നത്. പർപ്പിൾ ഉണ്ടാക്കിയ പോലെ തന്നെ. ഇതിൽ കുറച്ച് കളറ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. സോഡ ഇടാൻ വേണ്ടി പോവാണ്. ഗ്രീന് നല്ലോണം വെള്ളം പോലെയാണ്. അപ്പം നമ്മൾ അതിൽ വെള്ളം പോലെ ഉള്ളതിലൊക്കെ നമ്മൾ ബേക്കിംഗ് സോഡ ഇടണം. എന്നാലും ഈ എക്സ്പെരിമെൻറ്റ് വർക്ക് ആവുകയുള്ളൂ. നമ്മൾ റെയിൻബോ കളർ മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. പർപ്പിൾ കുറച്ച് ഇതായി നമ്മൾ മിക്സ് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ കളർ ഇട്ടില്ല. പക്ഷെ ഏകദേശം ഒരു ലൈറ്റ് ഒരു ഡാർക്ക് പർപ്പിൾ പോലെ ആയിട്ടുണ്ട്. ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഈ കളേഴ്സൊക്കെയാണ് കളേഴ്സാണ് നമുക്ക് കിട്ടിയത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൽ ബ്ലാസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ലിക്വിഡ് സോപ്പിന് വേണ്ടിയിട്ട് വിമ്മാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൽ എല്ലാത്തിലും ലിക്വിഡ് സോപ്പ് ഒരു സ്പൂൺ ഒഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മൾ റെഡിൽ ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നല്ല ഹണി പോലെ ഉണ്ട്. അപ്പം നമ്മൾ അടുത്ത ഇതിലേക്ക് നമ്മൾ ലിക്വിഡ് സോപ്പ് ഒഴിക്കാൻ വേണ്ടി പോവാണ്. തേൻ പോലെ ഉണ്ട് ഗൈസ്. ഇനി ഗൈസ് എൻ്റെ കാക്ക ഒഴിച്ചു ഗൈസ്. അപ്പം നമ്മൾ എല്ലാത്തിലും ലിക്വിഡ് സോപ്പ് വെച്ചിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇത് നമ്മൾ വയലറ്റിലും കൂടി ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ബ്ലാസ്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാത്തിലും വിം ഒഴിച്ചിട്ടുണ്ട്. ഇനിയാണ് ശരിക്കും ബ്ലാസ്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 50 ml വാട്ടറിൽ സിട്രിക് ആസിഡ് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കണം. അപ്പോൾ നമുക്ക് ആ സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ബ്ലാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 50 ml വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്കൂപ്പ് സിട്രിക് ആസിഡ് ഒഴിക്കാം. സിട്രിക് ആസിഡ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് സിട്രിക് ആസിഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നല്ലോണം സ്റ്റിക്കൊണ്ട് നല്ലോണം കലക്കാം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ വിരിച്ച് ഇവിടെ സെറ്റായിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ്റെ മുകളിൽ കൂടെ ഇരിക്കാം. എന്താവുമോ എന്തോ നോക്കാം. വാവ് ഗൈസ്, അടിപൊളിയായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയുണ്ട് ഗൈസ്. ഇപ്പോൾ കുറച്ചും കൂടി സൊല്യൂഷൻ ബാക്കി ഉണ്ടാവും. മൊത്തമായിട്ട് വെച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. ഈ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി എക്സ്പെരിമെന്റ് ആണ്.